ഹലോ മക്കളെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ SSLC ഓണം എക്സാമിന് വരാൻ പോകുന്ന നമ്മുടെ ബയോളജിയിലെ 3 ചാപ്റ്റേഴ്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മിസ് ഒരു 20 മാർക്സിനുള്ള നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ വൈകിട്ടുള്ള ലൈവ് എൻ്റെ മക്കൾ മറക്കാതിരിക്കുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ പ്രഡിക്ഷനാണ്, അതും ഏറ്റവും ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ആൻഡ് ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് വൈകിട്ടുള്ള നമ്മുടെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ലൈവ് എൻ്റെ മക്കൾ ആരും മിസ് ചെയ്യാതിരിക്കുക. പിന്നെ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഓണം എക്സാംസ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. പിന്നെ നമ്മൾ ഓണം വെക്കേഷനിലേക്ക് പോവാണ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് നമ്മുടെ ഓണം എക്സാമിന് അല്ലേ ഓണം എക്സാം എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഓണം ഓഫർ പോലെ നമ്മുടെ എക്സാമിൻ്റെ ബാച്ചസിൻ്റെ ഫീല് നിങ്ങൾക്ക് 1000 rupees ഓൾറെഡി റിഡക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓഫർ ഇത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴേക്കാവുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇനി ഒട്ടും ലേറ്റ് ആക്കാതെ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാണ്. സോ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാവരുടെയും സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ആ ചാപ്റ്ററിൽ നമുക്ക് ന്യൂറോണിനെ കുറിച്ച് പഠിക്കാനുണ്ട് അല്ലേ. പിന്നെ നമ്മളുടെ മെയിനായിട്ട് വരുന്ന നമ്മുടെ നെർവസ് സിസ്റ്റമാണ്. അതിൽ ബ്രെയിൻ ഉണ്ട്, ദെൻ സ്പൈനൽ കോഡിൻ്റെ സെക്ഷൻ ഉണ്ട്, റിഫ്ലെക്സ് ആക്ഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ന്യൂറോണൽ ഡിസീസസ് ഉണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ വെച്ച് പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നൊരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള നമ്മളുടെ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ മിസ് ഇന്ന് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഇത് 1 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് 1 മാർക്കിന് ചോദിക്കാം, 2 മാർക്കിന് ചോദിക്കാം, 3 മാർക്കിന് ചോദിക്കാം. അപ്പോൾ അധികവും ഇത് അതേപോലെ കോപ്പി ചെയ്ത് വരയ്ക്കാൻ പറയാറുണ്ട്. അപ്പോൾ വരയ്ക്കുന്നത് നിങ്ങൾക്ക് 1 മാർക്കാണ്. പിന്നെ ഏതെങ്കിലും 3 ഭാഗങ്ങൾ അടയാളപ്പെടുത്താനും അതിൻ്റെ ഫങ്ഷൻസും ഒക്കെ തരും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതേ നമ്മുടെ ബ്രെയിൻ തന്നിട്ട് വരയ്ക്കാൻ പറയും. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഫങ്ഷൻസ് തന്നിട്ടുണ്ട്, ഇത് ഭാഗമാണെന്ന് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ കംസ് നമ്മളുടെ റിഫ്ലെക്സ് ആക്ഷൻ. അപ്പോൾ ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. പെട്ടെന്ന് നമ്മളൊരു ഹോട്ട് ഒബ്ജക്റ്റിൽ തൊടുമ്പോൾ കൈ വലിക്കുന്നു, നമ്മൾ കണ്ണ് ചിമ്മുന്നു. ഇത് ഏത് തരത്തിലുള്ള റിഫ്ലെക്സ് ആക്ഷൻ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് എന്താണ് റിഫ്ലെക്സ് ആക്ഷൻ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് തന്നെയാണ്. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് മിസ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഇനി വരുന്ന നമ്മുടെ 2ാമത്തെ ചാപ്റ്റർ, ദാറ്റ് ഇസ് വിൻഡോസ് ഓഫ് നോളജ്, അറിവിൻ്റെ വാതായനങ്ങൾ. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം നമ്മുടെ കണ്ണ് തന്നെയാണ്. കണ്ണിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ. പിന്നെ നമ്മുടെ ഐ ഡിസീസസ് ചോദിക്കാറുണ്ട്. ദെൻ ആ കോൺ സെൽ, റോഡ് സെൽ, ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. പിന്നെ റെയറായിട്ട് കണ്ണിലേക്ക് ലൈറ്റ് വീഴുന്ന സമയത്ത് എങ്ങനെയാണ് ആ ഒരു പ്യൂപ്പിളിൻ്റെ സൈസ് റെഗുലേറ്റ് ചെയ്യുന്നത്, ആ ഭാഗങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ ഫ്ലോ ചാർട്ട് ഓഫ് ഐ. ഓക്കെ. പിന്നെ നമ്മുടെ ഇയറിലേക്ക് വരുമ്പോൾ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇയറിൻ്റെ മെയിനാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബോഡി ബാലൻസിങ്ങിന് സഹായിക്കുന്ന ഭാഗങ്ങൾ. പിന്നെ സെൻസേഷൻ ഓഫ് സ്മെല്ലും ടേസ്റ്റും ഫ്ലോ ചാർട്ടാണ് വരാറുള്ളത്. പിന്നെ ആ അതർ ഓർഗാനിസംസിൻ്റെ സെൻസ് ഓർഗൻസ് അത് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ടാണ് വരാറുള്ളത്. അല്ലെങ്കിൽ 1 മാർക്കിനും വരാറുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ എന്നുള്ള മിസ്സിൻ്റെ പ്രഡിക്ഷൻ ഒന്നും നമ്മുടെ കണ്ണിൻ്റെ ആ ഡയഗ്രം തന്നെയാണ്. ഇവിടെ ഭാഗങ്ങൾ തന്നിട്ട് നമ്മളോട് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ നമ്മുടെ ഐയുടെ ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ആ 2 ടൈപ്പ് ഓഫ് സെൽസ്, കോൺ സെൽസും റോഡ് സെൽസും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. ദെൻ കംസ് നമ്മുടെ ഇയറിൻ്റെ ഫ്ലോ ചാർട്ട്. അപ്പോൾ ഇയറിൻ്റെ ഡയഗ്രം മിസ് ഇവിടെ വെച്ചിട്ടില്ല, പക്ഷേ ഇയറിൻ്റെ ആ ഒരു ഡയഗ്രവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇത് ഇങ്ങനെ വന്നു, പിന്നെ നമ്മുടെ 3 ആ ഒരു ബോൺസ് വന്നു അല്ലേ, പിന്നെ നമ്മുടെ കോക്ലിയ വന്നു, അതിൻ്റെ നെർവ് വന്നു, പിന്നെ നമ്മളുടെ ആ സെമി സർക്കുലർ കനാൽ ആൻഡ് വെസ്റ്റിബ്യൂൾ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. റെഡി. ഇനി നമ്മളുടെ 3rd ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ഏരിയസിലേക്ക് സംസാരിക്കുന്ന സമയത്ത് ഇവിടെ നമ്മളുടെ ആ ഒരു ഗ്ലൂക്കോസ് മെറ്റബോളിസം, പാൻക്രിയാസിൻ്റെ ഇൻസുലിനും ഗ്ലൂക്കഗോണും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ദെൻ നമ്മുടെ ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫക്റ്റുകൾ, പിന്നെ നമ്മളുടെ തൈറോക്സിൻ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫക്റ്റുകൾ, അതേപോലെ തന്നെ പിന്നെ ഫിറമോൺസ്, അതുപോലെ പ്ലാൻ ഹോർമോൺസ്. ഈ ഏരിയാസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിന്ന് നമുക്ക് ഏത് ഹോർമോണിനെ എടുത്തെടുത്ത് ചോദിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡൊക്കെ നമുക്കൊരു പോസിബിൾ ക്വസ്റ്റ്യൻ ഏരിയാസാണ്. സോ ഇവിടെ നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത് ആ ഗ്രോത്ത് ഡിഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഇവിടെ നമ്മളുടെ ഗ്ലൂക്കോസ് ലെവൽ റെഗുലേഷൻ ആണ്. ദ നോർമൽ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ബ്ലഡ് എത്രയാണ്? 70 to 110 ആണെങ്കിൽ ഇതെങ്ങനെ റെഗുലേഷൻ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഇവിടെ നമ്മളുടെ ഫിറമോൺസ് ആണ്. നമ്മുടെ ഉറുമ്പുകൾ ഇങ്ങനെ വരിയായിട്ട് മൂവ് ചെയ്യാനുള്ള കാരണം ഏത് കെമിക്കൽസ് ആണ്? അതിന് 2 എക്സാമ്പിൾസ് ആൻഡ് അവരുടെ യൂസസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ഇവിടെ മിസ് വെച്ചിട്ടുള്ളത് നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ ആണ്. അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ ഔട്ടർ പാർട്ടിന് നമ്മൾ കോർട്ടെക്സ് എന്നും ഇന്നർ പാർട്ടിനെ മെഡുല്ല എന്നും പറയും. അത് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസും അവരുടെ ഫങ്ഷൻസും അടക്കം നമുക്ക് ചോദ്യം ഒരു പോസിബിലിറ്റി ഉള്ളതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഏറ്റവും ഷുവർ ആയിട്ടുള്ള ഏരിയാസിൽ നിന്നുള്ള പ്രഡിക്ഷൻസ് ആണ് മിസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഏരിയയിലുള്ള ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ ഇന്ന് വൈകിട്ടുള്ള നമ്മുടെ ലൈവ്
ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഈ ഏരിയാസ് എൻ്റെ മക്കൾ ഒരു കാരണവശാലും വിട്ടുപോകരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഇന്ന് വൈകിട്ട് നമുക്ക് ലൈവിൽ കാണാം 7 PM.